2 കുട്ടികളെ പ്രസവിച്ച സമയത്ത് കുട്ടികൾക്ക് മുല കൊടുക്കുന്നത് കാരണം 2 വർഷത്തെ റമളാൻ നോമ്പ് എടുത്തിട്ടില്ല. അഥവാ 60 നോമ്പുകൾ എടുക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ മുദ്ദ് കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ആ ശ്രോതാവിൻ്റെ സംശയം ഈ വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു നോമ്പ് മുദ്ദ് കൊടുത്തത് കാരണം എൻ്റെ ഹജ്ജ് സ്വീകരിക്കാതെ ഇരിക്കുമോ അല്ലെങ്കിൽ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ആ ശ്രോതാവിൻ്റെ സംശയം. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين وبعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم رب زدنا علما نافعا يا رب العالمين. സഹോദരിയുടെ ചോദ്യം, അവര് ഇനി ചെയ്യാൻ പോകുന്ന ഹജ്ജ് സ്വീകരിക്കപ്പെടുമോ? കാരണം അവര് കുറച്ച് നോമ്പ് നഷ്ടപ്പെട്ടതിന് പകരമായി ഫിദിയയാണ് കൊടുത്തത് എന്നാണ്. ഒരു ആൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നോമ്പ് നോറ്റ് വീട്ടാൻ കഴിയുന്ന ആളായിരിക്കും എങ്കിൽ അത് നോറ്റ് വീട്ടുകയാണ് ചെയ്യേണ്ടത്. ഗർഭിണിയാകട്ടെ, മുലയൂട്ടുന്ന ഉമ്മയാകട്ടെ, സ്വന്തത്തിന്റെ കാര്യത്തിലോ കുഞ്ഞിന്റെ കാര്യത്തിലോ ഭയപ്പെടുകയാണ് എങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കാം. അവരതിന് പകരം ചെയ്യേണ്ടത് അവരുടെ പ്രശ്നങ്ങൾ മാറിയതിന് ശേഷം ഖളാ വീട്ടുകയാണ്. അതല്ലാതെ ഫിദിയ കൊടുക്കലല്ല. മാറുമെന്ന് ഉറപ്പുള്ള രോഗിയാണ് എങ്കിൽ രോഗം മാറിയ ശേഷം ഖളാ വീട്ടുന്നത് പോലെ ഗർഭിണിയും മുലയൂട്ടുന്ന ഉമ്മയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതിന് ശേഷം ഖളാ വീട്ടുക, ഫിദിയ കൊടുക്കേണ്ടതില്ല. എന്നാൽ സഹോദരി അതിന് പകരമായി ഫിദിയ കൊടുത്തു എന്നാണ് പറഞ്ഞത്. അവര് ചെയ്യേണ്ടത് നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടലാണ്. എന്നാൽ ഫിദിയ കൊടുത്ത കാരണത്താൽ ഇപ്പൊ പൂർണ്ണമായി നോമ്പ് നോറ്റ് വീട്ടിയിട്ടില്ല എന്ന കാരണത്താൽ അവർക്ക് ഹജ്ജിന് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നതാണല്ലോ സംശയം. നോമ്പും ഹജ്ജുമായി ബന്ധം ഒന്നുമില്ല. അവര് ഖളാ വീട്ടട്ടെ. എപ്പോഴാണ് അവർക്ക് സാധിക്കുക അത്രയും പെട്ടെന്ന് ഖളാ വീട്ടുക. നോമ്പ് ഇത്തരം നഷ്ടപ്പെട്ട നോമ്പ് അവരുടെ ഹജ്ജിന് യാതൊരു തടസ്സം ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇൻഷാ അല്ലാഹ് ഹജ്ജിന് പോകാവുന്നതാണ്. മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജ് ചെയ്യുവാനുള്ള തൗഫീഖ്, ആരോഗ്യം, ആഫിയത്തൊക്കെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ.